ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കൈനറ്റിക് ഗ്രീൻസ് എന്നുള്ള കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, ഈ വീഡിയോക്കകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, കൈനറ്റിക് ഗ്രീൻസ് ആക്ച്വലി EV മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇവർ ആക്ച്വലി വന്നിട്ട് 2 വീലർ 3 വീലർ അതുപോലെ 4 വീലേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 4 വീലേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 4 വീലേഴ്സ് ഉണ്ട്. അവർക്ക് ആക്ച്വലി 3 വണ്ടികളുണ്ട്. അതായത് 2 സീറ്റർ 4 സീറ്റർ 6 സീറ്റർ വണ്ടികളുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഗോൾഫ് കാർട്ട്സ് ആണ്. അപ്പോൾ ഗോൾഫ് കാർട്ട് മാനുഫാക്ചറിങ് കമ്പനിയാണ് കൈനറ്റിക് ഗ്രീൻസ്. ഗോൾഫ് കാർട്ട് മാത്രം മാനുഫാക്ചറിങ് പറയാൻ പറ്റത്തില്ല, അവർക്ക് 2 വീലേഴ്സ് ഉണ്ട്, അതുപോലെ 3 വീലേഴ്സ് ഉണ്ട്. ഓട്ടോ സെഗ്മെന്റിൽ ആക്ച്വലി കൈനറ്റിക് ഗ്രീൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 2 വീലർ സെഗ്മെന്റിൽ ആക്ച്വലി അവർക്ക് 2 വേരിയൻസ് ആണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ആ 2 വേരിയൻ്റെ കൂടെ അവർ പുതിയൊരു വേരിയൻ്റ് ആഡ് ചെയ്യുകയാണ്. ആ വേരിയൻ്റെ പേര് വന്നിട്ട് ലൂണ എന്നാണ്. ഇപ്പോൾ നമുക്ക് പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം, 1980 കാലഘട്ടത്തിലൊക്കെ ലൂണ എന്തുമാത്രം ക്ലിക്കായ വണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അറിയാൻ പാടുന്ന ആൾക്കാർ പേടിക്കണ്ട, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി, അതിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എൻ്റെ പ്രൈസസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവർ റീസെൻ്റ്ലി ലൂണയുടെ പ്രൈസസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്ന ലൂണയുടെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ പ്രൈസും എല്ലാ കാര്യങ്ങളും നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്ന മുന്നേയായിട്ട് ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉടനെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. 1980 കാലഘട്ടങ്ങളിൽ ഇത്രയും ക്ലിക്കായ ഒരു IC എഞ്ചിൻ വണ്ടി വേറെ ഉണ്ടായിരുന്നില്ല, അത് ലൂണ തന്നെയാണ്. അപ്പോൾ ആക്ച്വലി മോപ്പഡ് കാറ്റഗറിയാണ് ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത്, ഒരു 50cc സെഗ്മെന്റിലാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയ ലൂണ വന്നപ്പോൾ അവർ എക്സാക്ട്ലി സെയിം ഡിസൈനാണ് കോപ്പി ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഡിസൈൻ മാത്രമേ കോപ്പി ചെയ്തിട്ടുള്ളൂ, ബാക്കി മെറ്റീരിയലും എൻ്റെ മോട്ടറെല്ലാം പുതിയതാണ്, കംപ്ലീറ്റ്ലി പുതിയ വണ്ടിയാണ്. അപ്പോൾ ആക്ച്വലി അവർ ലൂണ ആയിട്ടാണ് വണ്ടി ഇറക്കുന്നത്. അപ്പോൾ ലൂണ ആക്ച്വലി വണ്ടി വരുന്നത് 2 വേരിയൻ്റ് ഓപ്ഷൻസിലാണ് വരുന്നത്. ആദ്യത്തെ വേരിയൻ്റ് വന്നിട്ട് X1 എന്നുള്ള വേരിയൻറ്റും രണ്ടാമത്തെ വേരിയൻ്റ് വന്നിട്ട് X2. ഇത് ആക്ച്വലി വന്നിട്ട് മെയിൻ വ്യത്യാസം വന്നിട്ടുള്ളത് എൻ്റെ ബാറ്ററി പാക്കിലാണ്. അപ്പോൾ ബാറ്ററി പാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ X1 ഉപയോഗിച്ചിരുന്നത് 1.7 kWh ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അതായത് റിമൂവബിൾ ടൈപ്പ് ബാറ്ററി ഉപയോഗിക്കുന്നത്, റിമൂവബിൾ ടൈപ്പ് ലിഥിയം അയൺ LFP ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം വന്നിട്ട് 3 മണിക്കൂറാണ്. അതുപോലെ എൻ്റെ റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നത് 90 കിലോമീറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് X1 എന്നുള്ള വേരിയൻ്റാണ്. അടുത്ത നമ്മൾ X2 എന്നുള്ള വേരിയൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് 2 kWh LFP ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതും റിമൂവബിൾ ടൈപ്പ് തന്നെയാണ്. അത് ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് 4 മണിക്കൂറാണ്. നമ്മൾ വണ്ടിയുടെ റേഞ്ച് പറയുകയാണെങ്കിൽ 110 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയും റേഞ്ച് കിട്ടത്തില്ല, എന്നിരുന്നപ്പോൾ നമുക്കൊരു 100 അല്ലെങ്കിൽ 90 കിലോമീറ്റർ നമുക്ക് ഈ വണ്ടിക്ക് പ്രതീക്ഷിക്കാം. അടുത്ത നമ്മൾ മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് 1.2 കിലോവാട്ടിൻ്റെ ഒരു മിഡ് ഡ്രൈവ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് 22 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊരു കൺഫ്യൂഷൻ ഉള്ളത്, നമ്മളിപ്പോൾ അവിടെ വെബ്സൈറ്റിൽ പോയി നോക്കി അത് പറഞ്ഞിരിക്കുന്നത് BLDC മോട്ടറാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വണ്ടിയുടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെയിൻ ഡ്രൈവ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആക്ച്വലി മിഡ് ഡ്രൈവ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെയിൻ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് അത് BLDC മോട്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിൽ എന്താണെന്ന് വെബ്സൈറ്റിനെ കൊടുത്തെന്ന് അറിയില്ല. അപ്പോൾ ഫോട്ടോസ് കണ്ടിട്ട് നമുക്കത് മിഡ് ഡ്രൈവ് മോട്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അടുത്ത വണ്ടി ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ X1 X2 2 വണ്ടിക്കകത്തും ടോപ്പ് സ്പീഡ് പറയുന്നത് 50 km/h ആണ് ടോപ്പ് സ്പീഡ് പറയുന്നത്. അതുപോലെ നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ കോംബി ബ്രേക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഡ്രം ബ്രേക്സ് ആണ്. നമുക്ക് ഡിസ്ക് ബ്രേക്ക് അതിൽ ആക്ച്വലി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ഈ വിലയ്ക്ക് നമുക്ക് ഡിസ്ക് ബ്രേക്ക് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓലയ്ക്കാണെങ്കിൽ തന്നെ 1,10,000 കൊടുത്താൽ പോലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്കിപ്പോൾ ഈ റേറ്റിന് ഇത് ആക്ച്വലി വെർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത നമ്മുടെ വണ്ടിയുടെ വെഹിക്കിൾ ലോഡിംഗ് കപ്പാസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 150 കിലോ ആണ് ലോഡിംഗ് കപ്പാസിറ്റി പറയുന്നത്. അപ്പോൾ ആക്ച്വലി വണ്ടി ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയാണ്. അതേപോലെ ഡെലിവറി ജോബ്സിന് പോകുന്ന ആൾക്കാർക്ക്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വണ്ടി ഏറ്റവും ആപ്റ്റ് ആയിരിക്കും. അടുത്ത നമ്മൾ സ്റ്റോറേജ് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ധാരാളം സ്പേസ് ഉണ്ട്. നമുക്കിപ്പോൾ ഗ്യാസ് ഊറ്റിയൊക്കെ വെക്കാൻ പറ്റും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പല ആൾക്കാരും കമന്റ് ബോക്സ് ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് ഗ്യാസ് ഊറ്റി കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ വണ്ടിയാണ്, ധാരാളം സ്പേസ് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വേറെ കാര്യമുള്ളത്, നമ്മുടെ റിയർ സീറ്റ് വന്നിട്ട് ഡിറ്റാച്ചബിൾ ആണ്. നമുക്ക് ബാക്കിലത്തെ സീറ്റ് റിമൂവ് ചെയ്തിട്ട് അവിടെ നമുക്ക് ബോക്സ് വെച്ചിട്ട് സ്റ്റോറേജ് സ്പേസ് കൂട്ടാൻ പറ്റും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ സ്പേസ് ഉണ്ടാകത്തില്ല. കാരണം അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒട്ടും ഇല്ല, 0 തന്നെയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ബാറ്ററി അവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ബാക്കിലത്തെ സീറ്റ് മാറ്റിയിട്ട് ആ സാധനം നമുക്ക് ബോക്സ് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് നല്ലോണം തിങ്ക് ചെയ്തിട്ടാണ് വണ്ടി ഇറക്കുന്നത്. കാരണം അങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്ത സ്ഥിതിക്ക് ബാക്കിൽ ആ ഓപ്ഷൻ കൊടുത്ത് വളരെ നല്ല കാര്യമാണ്. അടുത്ത നമ്മൾ വീൽസിനെ നോക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് 16 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ് ആണ്, അലോ വീൽസ് ഒന്നുമല്ല, സാധാരണ സ്പോക്ക് വീലാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല ഫ്രണ്ടിൽ വന്നിട്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ഹൈഡ്രോളിക് സസ്പെൻഷൻ വിത്ത് സ്പ്രിംഗ് ആണ് ഉപയോഗിക്കുന്നത് ബാക്ക് സൈഡിൽ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ വണ്ടി തന്നെയായിരിക്കും. കാരണം 16 ഇഞ്ചിൻ്റെ ടയർ എന്നൊക്കെ പറയുമ്പോൾ ധാരാളം ഓഫ് റോഡിങ് കപ്പാസിറ്റീസ് ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ റൈഡ് ആയിരിക്കും വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ കളർ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 കളർ ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഈ കാണിച്ചിരുന്ന 5 കളർ ഓപ്ഷൻസ്. അടുത്ത നമ്മൾ വണ്ടിയുടെ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു സാധാരണ ഡിജിറ്റൽ സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. ടച്ച് സ്ക്രീൻ ഒന്നുമല്ല, സാധാരണ ഡിജിറ്റൽ ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒരു മിനിമം എസെൻഷ്യൽ ഒരു ഡീറ്റെയിൽസ് മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്മാർട്ട് ഫീച്ചേഴ്സ് ആയിട്ട് വേറെ ഒന്നും ഇല്ല, ടച്ച് സ്ക്രീൻ അല്ല, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല, അങ്ങനത്തെ യാതൊരു സ്മാർട്ട് ഫീച്ചേഴ്സും ഇല്ല. അപ്പോൾ സാധാരണ ഒരു എന്താ പറയുക, ജോലിക്ക് പോകുന്ന ആൾക്കാർ, അതായത് ഡെലിവറി ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കാണ് ഏറ്റവും നല്ലതായിട്ട് വണ്ടി തോന്നുന്നത്. വേറെ നല്ല കാര്യം ചെയ്തിട്ടുള്ളത് ഒരു മൊബൈൽ ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക്
തോന്നുന്നത് നല്ല കാര്യമാണ്. കാരണം ഇപ്പം ഡെലിവറി ഏജൻസ് ഉണ്ടല്ലോ, സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവരും പവർ ബാങ്ക് കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു ചാർജിങ് പോയിന്റ് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അടുത്ത നമ്മൾ ലൈറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ഓൾ LED സെറ്റപ്പാണ്. നമ്മൾ ആക്ച്വലി ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഒരു ഹാലോജൻ ലൈറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി അന്നേരം ഞാൻ സംശയത്തോടെ പറയുകയും ചെയ്തത് ഹാലോജൻ അയക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. എന്താ വണ്ടി അനൗൺസ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ ഹൈ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു LED ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഹൈ ഫോക്കൽ ലെങ്ത് ആകുമ്പോൾ എന്തുമാത്രം വിസിബിലിറ്റി കിട്ടും നമുക്ക് പറയാം. കാരണം സാധാരണ കമ്പനി ചെയ്യാറുള്ളത് ചെറിയൊരു പ്രൊജക്ടർ ലാമ്പ് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ പ്രൊജക്ടറൊന്നുമല്ല, ഒരു ഫുൾ LED സെറ്റപ്പിലാണ് വണ്ടി വരുന്നത്. അടുത്ത നമ്മൾ വാറണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി സ്റ്റാൻഡേർഡ് വാറണ്ടി കൊടുക്കുന്നത് 3 വർഷം അല്ലെ 40,000 കിലോമീറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വാറണ്ടി കൊടുക്കാൻ തോന്നുന്നു. കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന വണ്ടിക്ക് ആക്ച്വലി കുറച്ചും കൂടി വാറണ്ടി നമുക്ക് പ്രതീക്ഷിക്കും. പക്ഷേ എന്താണെന്ന് അറിയില്ല, അത്രയും കൊടുത്തിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ വണ്ടി കൊടുത്തിട്ടുള്ളൂ. അടുത്ത നമുക്ക് എല്ലാ കാര്യങ്ങളുടെ പ്രൈസിനെ കുറിച്ചാണ്. അപ്പോൾ വേറെ ഒന്നല്ല, X1ൻ്റെ പ്രൈസ് കമ്പനി പറഞ്ഞിരുന്നത് 69,990 എക്സ്ഷോറും വില പറഞ്ഞിരുന്നത്. അതേ സ്ഥാനത്ത് X2, അതേ റേഞ്ച് കൂടി വണ്ടിക്ക് X2ന് 74,990 രൂപ. അപ്പോൾ അങ്ങനെ ഒരു പ്രൈസിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഇച്ചിരി സ്ലൈറ്റ്ലി ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കുറച്ചും കൂടി പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓലയുടെ വണ്ടി കിട്ടും. ഇപ്പം ഓല വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഈ ലോണക്കകത്ത് ഒന്നും ഇല്ലാന്നാണ് തന്നെ പറയണം. വേറെ ഒന്നുമില്ല, ഒന്നുമില്ല, കാര്യമായിട്ട് ഒരു ഫീച്ചേഴ്സ് വണ്ടിക്കകത്തില്ല. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് 75,000 രൂപ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി വണ്ടിക്ക് പ്രൈസ് കൂടുതലാണ്. കാരണം വേറെ ഒന്നുമില്ല, കൊമേഴ്ഷ്യൽ പർപ്പസിന് പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ആപ്റ്റ് ആയിരിക്കും. കാരണം റിമൂവൽ ബാറ്ററിയാണ്. നമുക്ക് സ്പെയർ ബാറ്ററിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വഴിയിൽ നിന്ന് ചാർജ് തീർന്നു പോകുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക്, അപ്പോൾ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല വണ്ടിയായിരിക്കും ഇത്. ഇപ്പോൾ ആക്ച്വലി ലീലോണയുടെ പ്രീ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 500 രൂപ പ്രീ ബുക്ക് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വണ്ടി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് കൈനറ്റിക് ഗ്രീൻ്റെ ഷോറൂമിൽ ചെന്ന് നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്ത് അവർക്ക് ഷോറൂംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. ഇവിടെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.